നമസ്കാരം, ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഒരു നോട്ട്ബുക്കിൻ്റെ പേജും പിന്നെ ഇങ്ങനത്തെ ഒരു കൊച്ചു കാർഡ്ബോർഡ് ബോക്സും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റുമായിട്ടാണ്. കുഞ്ഞ് വീഡിയോ ആണ്, കുഞ്ഞ് ഐഡിയ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണും. പിന്നെ ഈ ഒരു ബുക്കിൻ്റെ പേജിൽ നിന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് A4 ഷീറ്റോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ എന്ത് വെച്ച് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതുപോലെ ഈ ഒരു ബോക്സ് തന്നെ വേണമെന്നില്ല, ഇതുപോലെ അടിഭാഗം ഒരു സ്ക്വയർ ആയിട്ടുള്ള ഏത് ബോക്സും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അപ്പോൾ ഇതുപോലെ പഴയ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ എടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ എഴുതാതെ വിട്ടിട്ടുള്ള പേജുകൾ ഉണ്ടാവില്ലേ, ഇപ്പോൾ ഒരു ബുക്കിൽ ഫുള്ളൊന്നും നമ്മൾ എഴുതില്ലല്ലോ, അങ്ങനെ എഴുതാതെ വിട്ടിട്ടുള്ള പേജുകളുണ്ടെങ്കിൽ ഒന്ന് കീറിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് ചെറിയ പീസാക്കാം കേട്ടോ. മൊത്തം ഒരു 2 സൈഡുള്ള പേജിന് നമുക്ക് 4 ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു പേജിനെ 2 ആക്കിയിട്ടുണ്ട്. ഇനി മറ്റേതിനെ 2 ആക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലൊരു പഴയ പെന്ന് വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഗമ്മ് വെച്ച് ഒട്ടിക്കുക. അതായത് നമ്മുടെ പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കില്ലേ, അതന്നെ പരിപാടി. അപ്പോൾ കുറച്ച് പേപ്പർ സ്റ്റിക്കുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 28 പേപ്പർ സ്റ്റിക്കുകൾ വേണം കേട്ടോ. അപ്പോൾ അധികം പേജ് വേണ്ടി വരില്ല, നമ്മളിങ്ങനെ പീസാക്കിയിട്ടാണല്ലോ ചെയ്യണത്. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് പേപ്പർ സ്റ്റിക്കുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരേ വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബോക്സ് നടുവിൽ വെച്ചിട്ട് ഇതിൻ്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കുറച്ചൊന്ന് നിൽക്കണം കേട്ടോ. അതുപോലത്തെ ഒരു ലെങ്ത്ത് നോക്കിയിട്ട് ഏകദേശം ഒന്ന് അളവ് വെച്ച് കട്ട് ചെയ്യാം എല്ലാ പേപ്പർ സ്റ്റിക്കുകളും. അപ്പോൾ ഒരെണ്ണം കട്ട് ചെയ്തെടുത്താൽ പിന്നെ അത് വെച്ചിട്ട് വേഗം കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു റഫ് കട്ടിങ് നടത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ട് ഒന്നും കൂടെ ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കാം. എന്നിട്ട് ഈ ബോക്സ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലും വെച്ച് കൊടുക്കുക ഓരോ ഇതുപോലത്തെ സ്റ്റിക്കുകൾ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇത് നമുക്ക് ഒട്ടിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫെവിക്കോൾ വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഗ്ലൂ ഗൺ ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. ഇനി വീണ്ടും അതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി 2 എണ്ണം വെച്ച് കൊടുക്കുക. അപ്പോൾ 2 എണ്ണം വീതം അങ്ങനെ ഫുള്ളും വെച്ചിട്ട് ഒട്ടിക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ ഏകദേശം വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എൻ്റെ കട്ടിങ് അത്ര ശരിയൊന്നുമല്ല, കണ്ടില്ലേ, 30-നൊന്നല്ല ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്ന് ലെവലാക്കാം കട്ട് ചെയ്തിട്ട്. ഇനി നമുക്ക് ഈ ഒരു പാക്കറ്റിൻ്റെ ആവശ്യമില്ല, നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. ഈ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പാക്കറ്റ് ഉള്ളിൽ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ അടിഭാഗത്ത് എന്തെങ്കിലും വെച്ച് കൊടുക്കണ്ടേ. അപ്പോൾ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് വൈറ്റ് പേപ്പർ ഒട്ടിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ഫോം ഷീറ്റ് ഇവിടെ വൈറ്റ് എടുക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ അത് എടുത്തതാണ്. അതിനെ കറക്റ്റായിട്ട് ആ ഒരു അളവിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് ഹോള് മാറാനായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതുപോലത്തെ കുറച്ച് മുത്തുകൾ എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫുള്ളും എല്ലായിടത്തും ഒട്ടിക്കണില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലായിടത്തും ഒട്ടിക്കാം. ഞാനിപ്പോൾ എന്തായാലും കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഒട്ടിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് പെൻ ഹോൾഡറായിട്ടോ അല്ലെങ്കിൽ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ എന്തെങ്കിലും ക്രീമുകൾ പോലത്തെ സംഭവമൊക്കെ ഇട്ട് വെക്കാനൊക്കെ ഉപയോഗിക്കാം. പിന്നെ കളർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ നിങ്ങൾ പെയിൻറ്റ് ഇല്ലാത്തത് ചോദിച്ചതുകൊണ്ടും വൈറ്റ് പേപ്പർ വെച്ചിട്ട് ചെയ്യാനൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പെയിൻ്റൊന്നും ഉപയോഗിക്കാണ്ട് സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ ഇനിയും നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്, കീപ്പ് സപ്പോർട്ടിങ്. താങ്ക് യു.